നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സഹജമാർഗ സാധനയിലൂടെ വളരെ ലളിതമായി നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാം, അതിലെത്തിച്ചേരാം. എന്താണ് യഥാർത്ഥ ലക്ഷ്യം? ഓ മാസ്റ്റർ, ദ വാട്ട് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. ഗുരുനാഥനെ എമുലേറ്റ് ചെയ്ത് ഗുരുനാഥനെ പോലെ ആയിത്തീരുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഡിവൈനായിട്ടുള്ള ആ സ്വഭാവം, ക്യാരക്ടർ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ യാത്രയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ്സിൽ നടത്തുന്നത്. നമ്മുടെ ധ്യാനം നടത്തുന്ന മുറി, മെഡിറ്റേഷൻ റൂം, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇനി മെഡിറ്റേഷൻ റൂം ഇല്ലെങ്കിൽ ഒരു സ്ഥലം അതിനായിട്ട് കണ്ടെത്തണം എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. നമ്മൾ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും ഉറപ്പാക്കണം എന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മഹർഷിമാരും അതുപോലെ തന്നെ പല മഹാത്മാക്കളും ജീവിച്ചിരുന്ന സ്ഥലം, അവർ ധ്യാനിച്ചിരുന്ന സ്ഥലം, ഇതെല്ലാം നമ്മൾ സന്ദർശിക്കാറുണ്ട്. ഇപ്പോഴും അതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ബോധിവൃക്ഷം, കുടജാദ്രി, ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നു? വിവേകാനന്ദ പാറ, അതുപോലെ തന്നെ ബാബുജി മഹാരാജ് താമസിച്ചിരുന്ന ഷാജഹാൻപൂർ, ചാരുജി മഹാരാജ് താമസിച്ചിരുന്ന
ചാർജി മഹാരാജിൻ്റെ വീട്, ആശ്രമം, കോട്ടേജ്, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോഴും ആ ഒരു വൈബ്രേഷൻ ലഭിക്കുന്നു. അവരിപ്പോൾ ശരീരസ്ഥരല്ലെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ബാബുജി മഹാരാജ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് അന്തരീക്ഷത്തെ രൂപീകരിക്കുന്നത്, മനുഷ്യൻ്റെ ചിന്തകൾ. നമ്മളൊരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചിന്താഗതി ആ തരത്തിലായിരിക്കും. അവിടെ എപ്പോഴും ദുഃഖം മാത്രം അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദുഃഖമാണ് വരിക, വിഷമങ്ങളെ പറ്റിയാണ് ഓർമ്മ വരിക, ദിവ്യചിന്തയല്ല വരിക. നേരെ മറിച്ചിട്ട് ഡിവൈനായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ, ശരിയായിട്ടുള്ള ഡിവൈനായിട്ടുള്ള ഒരു പിലിഗ്രിമേജ് സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നു. ഒന്നും പറയണമെന്ന് തോന്നില്ല. ദിവ്യചിന്തയിൽ ഇപ്പം എന്ത് വിഷമം, അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വിഷമമുള്ളത് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോഴാണ് അത് ശരിക്കും ഒരു ഡിവൈൻ സ്ഥലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇരിപ്പിടം അല്ലെങ്കിൽ മെഡിറ്റേഷൻ റൂം, ആ മെഡിറ്റേഷൻ റൂമിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും അതിനോടൊരു കടപ്പാടുണ്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ധ്യാനാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, പുറത്തേക്ക് വരിക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ പുറത്തുനിന്ന് പുറത്തേക്ക് വരരുത്, നമ്മൾ അവിടെ തന്നെ നിലകൊള്ളണം. നമ്മൾ ആ സമാധി അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടവും ആ റൂമും അവിടെയും ആ വൈബ്രേഷൻസ് ഉണ്ടാകണം, ദിവ്യമായിട്ടുള്ള വൈബ്രേഷൻസ്. അപ്പോൾ ദിവസേന നമ്മൾ ധ്യാനിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ക്രമേണ ആ മുറി ഒരു സ്പിരിച്വലായിട്ടുള്ള അന്തരീക്ഷമുള്ളൊരു മുറിയായിട്ട് മാറും. അവിടെ എത്തുന്ന ആർക്കായാലും അങ്ങനെ ഒരു തോന്നലുണ്ടാവും, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കളയാൻ എന്ന് തോന്നും. അപ്പോൾ അതെപ്പോഴാണ് വരുന്നത്? നമ്മൾ ഈ കടമ നിർവഹിക്കുമ്പോൾ. മെഡിറ്റേഷൻ കഴിഞ്ഞ് ധൃതി പിടിച്ചിട്ട് എണീറ്റ് പോകുമ്പോൾ ഈ ഒരു അന്തരീക്ഷം നമുക്ക് നിർമ്മിക്കാൻ ആവില്ല. ഏതൊരു ജോലിയായാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവും. വിക്രമാദിത്യൻ്റെ ഒരു കഥയുണ്ട്. ഭോജരാജാവിൻ്റെ കാലത്ത് ഭോജരാജാവ് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ, മന്ത്രിയുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കുട്ടികൾ കളിക്കുകയാണ്. അപ്പം അതിലൊരു കുട്ടിക്ക് ഒരു പ്രത്യേക സ്വഭാവം. അവൻ ഒരു സ്ഥലത്ത് കയറിയിരിക്കുമ്പോൾ, ഒരു ചെറിയൊരു കുന്നുപോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. ആ കുട്ടികളുടെ ഇടയിൽ തർക്കങ്ങൾ പരിഹരിക്കുക, അതുമാത്രമല്ല വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിക്ക് വളരെ വിശദമോടുകൂടി ഉത്തരം പറയാൻ സാധിക്കും. ഭോജരാജാവിൻ്റെ അത്ഭുതം തോന്നി. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ പഴയ കുട്ടിയല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ ആ സ്ഥലം കുഴിക്കാൻ പറയുന്നത്. സ്ഥലം കുഴിക്കുമ്പോൾ അവിടെ ഒരു സിംഹാസനം, അതാണ് വിക്രമാദിത്യൻ്റെ സിംഹാസനം. വിക്രമാദിത്യൻ എന്നുള്ള മഹാനായിട്ട് രാജാവ് ഇരുന്ന സിംഹാസനത്തിൻ്റെ അതിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ കുട്ടിക്ക് സ്വഭാവം വരുന്നു. എന്നിട്ട് വിക്രമാദിത്യൻ്റെ ഈ സിംഹാസനത്തിൽ ഭോജരാജാവ് കയറാൻ പോകുമ്പോൾ ആ സിംഹാസനത്തേക്ക് പോകുമ്പോൾ ഓരോ സാലഭഞ്ജികളുണ്ട്, ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നിനക്കിത് കയറാൻ എന്താണ് അർഹത, ഈ സ്വഭാവമുണ്ട്. അങ്ങനെ ഓരോരോ സ്വഭാവം അക്വയർ ചെയ്തിട്ടാണ് അദ്ദേഹം സിംഹാസനത്തിൽ കയറിയത് എന്നൊരു കഥയുണ്ട്. ഇത് പറയുന്നത് നമ്മളിരിക്കുന്ന ഇരിപ്പിടത്തിന് ആ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ചാരിജി മഹാരാജ് മൈ മാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ മുറി, ധ്യാനമുറി, അത് സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാവണം, അതൊരു ആശ്രമമായി മാറും, വീടാശ്രമമാവുന്നു, പിന്നെ പ്രപഞ്ചം മുഴുവൻ ആശ്രമമായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ സ്നേഹം എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഒരു വിൽ അവിടെ ആവശ്യമുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വിൽ ഉപയോഗിക്കുന്നത് ഈ ഉള്ളിലുള്ള സമാധി മാനിഫെസ്റ്റ് ചെയ്യാനാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സമാധി അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് വില്ലോടുകൂടി എത്തിച്ചേരാൻ സാധിക്കില്ല. നമുക്ക് സാധനയിലിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, ക്ലീനിങ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവിടേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അവിടെ മാസ്റ്ററുടെ കരുണ വേണം, ഭഗവാന്റെ കരുണ, ഗ്രേസ് വേണം. എങ്കിൽ മാത്രമേ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അദ്ദേഹം റെഡി പോന്നോളൂ എന്ന് പറഞ്ഞാൽ എത്താം. നമുക്കവിടെ കയറി ചെല്ലാൻ പറ്റില്ല. കാരണം കയറി ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ മനസ്സ് വരുന്നു, ഈഗോ വരുന്നു, അതോടുകൂടി ബ്ലോക്ക് ആവുന്നു. ഞാൻ അവിടെ സമർപ്പിക്കുമ്പോഴാണ് എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും, സെൽഫ് സറണ്ടർ. പക്ഷെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ വരുന്നത് എങ്ങനെയായിരിക്കണം? ആ സറണ്ടറിൻ്റെ ഭാവത്ത് തന്നെ
പുറത്തേക്ക് വരണം. തിരിച്ച് വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, മാസ്റ്ററുടെ തീരുമാനമാണ്. നമ്മൾ ധ്യാനാവസ്ഥയിൽ നിന്ന് തിരിച്ച് വരണം. എന്തിനാണ്? നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ കണ്ടീഷൻ ഈ ലോകത്തിൽ വ്യാപിപ്പിക്കും. നിങ്ങൾക്ക് ഈ പുരോഗതി തരുന്നത് നിങ്ങൾക്ക് മാത്രം വെക്കാനുള്ളതല്ല, എല്ലാവർക്കും കൊടുക്കാനുണ്ടാകും. അത് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്താണ്. അതെങ്കിലും നമ്മൾ പ്യൂരിഫൈ ചെയ്ത് വെക്കണം. അവിടെ വരുന്നവർക്കൊക്കെ ആ ഫീൽ ഉണ്ടാവും. ഇങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ് അല്ലെങ്കിൽ ഏത് സ്പിരിച്വൽ സിസ്റ്റവും വളരുന്നത്. ഓരോ വ്യക്തിയിൽ നിന്നും അത് പ്രോഗ്രസ് ചെയ്യുന്നു. നമ്മൾ നടന്ന് പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല, വലിയ വലിയ സെലിബ്രേഷൻസ് നടത്തിയിട്ട് കാര്യമില്ല. ആ സെലിബ്രേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഞാൻ എൻ്റെ നാഥനെ കണ്ടെത്തി, മാസ്റ്ററെ കണ്ടു, ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ ആ നാഥന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, എൻ്റെ മാസ്റ്റർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഹൃദയം, പിന്നെ ഞാൻ ഇരിക്കുന്ന മുറിയും എൻ്റെ വീടും എല്ലാം സജ്ജമാക്കും. അങ്ങനെ ക്രമേണ വലുതായി പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് എന്നും വസിക്കാൻ പറ്റുന്ന, ഇവിടുന്ന് ഒരിക്കലും പോവാത്ത മാതിരി അദ്ദേഹം ഇവിടെ തന്നെ വരാം. അതാണ് ലോകത്തിലേക്ക് ബ്രൈറ്റർ വേൾഡ് വരിക എന്നത്. അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് വരിക? നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൂടെ ഒരുക്കണം, നമ്മളിവിടെ തയ്യാറാക്കണം. ഇവിടെയാണ് നമ്മുടെ ചിന്തകൾ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തകൾ പ്യൂരിഫൈ ചെയ്താൽ പ്യൂറായിട്ട് ചിന്ത ഇവിടെ റേഡിയേറ്റ് ചെയ്യുക. വേറെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മുറിയെ നമ്മൾ പ്യൂരിഫൈ, ചിന്തകളും അവിടെയുള്ള ഫാനും ലൈറ്റും ബൾബും ചുമരും എല്ലാത്തിനും പാർട്ടിക്കിൾസ് എല്ലാം ഈ ധ്യാനാവസ്ഥ ഉൾക്കൊള്ളട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടി വേണം നമ്മൾ മുറിയിൽ നിന്ന് ഇറങ്ങി വരാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.